പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരു വാക്യം ആദ്യം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണിത്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ തലേ ദിവസം യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യേശുവിൻ്റെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതിൻ്റെ തലേ ദിവസം. അതായത് രാവിലെ യേശു കർത്താവ് സിനഗോഗിൽ പ്രസംഗിക്കുന്നുണ്ട്. അതിനുശേഷം പത്രോസിൻ്റെ വീട്ടിൽ വന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അനേകം രോഗികളായിട്ടുള്ളവർ യേശുവിൻ്റെ അടുക്കൽ വരികയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ വരികയും യേശു അവരോടൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ മിനിസ്ട്രിയിലെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി ശുശ്രൂഷകൾ ചെയ്ത ദിവസമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം യേശുവിൻ്റെ ചുറ്റും വന്നു കൂടി. അത് കഴിഞ്ഞ ഉടനെയാണ് ഈ വാക്യം പറയുന്നത്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇത് യേശുവിൻ്റെ മിനിസ്ട്രിയുടെ തുടക്കമാണ്. തലേ ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് ആൾക്കാർ ചുറ്റും കൂടുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആളുകൾ കൂടും. ഇവിടെ നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ വളരെ ഇൻറ്റൻഷനലായിട്ട്, അതായത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. കാരണം അതികാലത്താണ് പോകുന്നത്, ഇരുട്ടോടെ, അതായത് മറ്റാളുകൾ വരുന്നതിന് മുമ്പ് തന്നെ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് എന്താ ചെയ്യുന്നത്? ഒരു നിർജ്ജന സ്ഥലത്ത്, ജനങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം, ഇന്നലെ ഒത്തിരി ക്ഷീണമായിരുന്നു, എന്തോരം മിനിസ്ട്രി ഉണ്ടായിരുന്നു, എത്ര പേർക്ക് ഇടപെട്ടു, പ്രാർത്ഥിച്ചു, ഓക്കെ, വളരെ ടയേർഡായിരിക്കാം, അപ്പോൾ രാവിലെ അല്പസമയം ഉറങ്ങാമെന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ തന്നെ ആളുകൾ എന്നെ കാണാൻ വരുമല്ലോ, അപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് ചിന്തിക്കാം. പക്ഷേ വളരെ ഇൻറ്റൻഷനലായിട്ട് യേശു അവിടെ നിന്ന് മാറി നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുവാനിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: വിൽഡർനെസ് മൊമെൻറ്റ്സ്, നിർജ്ജന പ്രദേശത്തുള്ള സമയങ്ങൾ. ഓക്കെ, ലേണിംഗ് ദ പവർ ഓഫ് പ്രൈവറ്റ് പ്രെയർ, അതായത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ സഭയായിട്ട് കൂടി വന്നിരിക്കുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ സഭയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കമ്മ്യൂണൽ പ്രെയർ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ട്. അത് വേദപുസ്തകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പേഴ്സണൽ പ്രെയർ, ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ട സമയം. ഓക്കെ, അതിനെയാണ് ഈ നിർജ്ജന പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിൽഡർനെസ്, ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനേക്കാളും എന്തുകൊണ്ടായിരിക്കും വിൽഡർനെസ്സിൽ പോയെന്ന് നമ്മൾ മനസ്സിലാക്കണേ. നിർജ്ജന പ്രദേശം, അവിടെ ആളുകളില്ല, ഡിസ്റ്റർബൻസ് ഇല്ലാതെ ആളുകളില്ലാത്ത ഒരു സ്ഥലം ഏറ്റെടുക്കുകയാണ്. കാരണം ദൈവവും ഞാനും തമ്മിൽ ഒറ്റയ്ക്ക് ആയിരിക്കാനുള്ളൊരു സമയത്തെ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:16 ഇങ്ങനെയാണ് പറയുന്നത്: അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ബട്ട് ജീസസ് ഓഫൻ വിത്ഡ്രൂ ടു ലോൺലി പ്ലേസസ് ആൻഡ് പ്രേഡ്. ഓഫൻ വിത്ഡ്രൂ, അതായത് ഇടയ്ക്കിടയ്ക്ക് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഉള്ളൊരു കാര്യമായിരുന്നു നിർജ്ജന സ്ഥലത്തോട്ട്, ആളുകളില്ലാത്തൊരു സ്ഥലത്തോട്ട് മാറിപ്പോകും, എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഈ പ്രാക്ടീസ് നിർജ്ജന സ്ഥലത്ത് പോയിട്ട്, അതായത് ആളുകളില്ലാത്ത സ്ഥലത്ത്, ഓക്കെ, ആ ഒരു പശ്ചാത്തലത്തിൽ അതൊരു മരുഭൂമി ആയിരിക്കാം, ഓക്കെ, ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കാം. അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്?
അത് തീർച്ചയായിട്ടും യേശു കർത്താവ് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ സമയം ഇടാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ യേശു കർത്താവ് വളർന്നു വന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലാണ്. യഹൂദ സംസ്കാരത്തിൽ ഇതിന് വളരെ ഡീപ്പ് റൂട്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒന്ന് നോക്കാൻ പോവുകയാണ്. ജൂയിഷ് റൂട്ട്സ് ഓഫ് സോളിറ്റ്യൂഡ് ആൻഡ് വിൽഡർനെസ് പ്രയർ. പ്രാചീന യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഇതിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇതുപോലെ സോളിറ്റ്യൂഡിൽ പോവുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് ഒഴിയുക മാത്രമല്ല, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ആ ലോൺലിനെസ് തിരഞ്ഞെടുക്കുന്ന സമയത്തെയാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആ ഒരു സമയം കണ്ടെത്തുന്നത്. അത് യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ പ്രവാചകന്മാർ ചെയ്തിരുന്ന കാര്യമാണ്. അവരുടെ രാജാക്കന്മാർ തിരക്കുകൾ കൂടുമ്പോഴും പെട്ടെന്ന് മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരിത് പാറ്റേൺ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ മോശയാണ്. മോശ തൻ്റെ മിനിസ്ട്രിയിലെ ചില പ്രധാന സംഭവങ്ങൾ ഒക്കെ സംഭവിക്കുന്നതിന് മുമ്പും ദൈവവുമായിട്ട് ദീർഘദിവസങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനും ചെലവിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മോശ എക്സോഡസ് ചാപ്റ്റർ 33 പുറപ്പാട് 33 കാണുന്നത്, ജനമെല്ലാം പാളയത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ പാളയത്തിന് പുറത്തു പോയിട്ട് സമാഗമന കൂടാരത്തിൽ മോശ കയറുന്നു. അവിടെ മോശ കുറേ ദിവസമായിരിക്കുന്നതായിട്ടും കാണുന്നു. 33:11 ഇങ്ങനെയാണ് പറയുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ സമയം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്നല്ല, സീനായ് മലയിൽ 40 രാവും 40 പകലും മോശ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ സമയം ചെലവഴിച്ചു. ഇനി മോശ മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ഹോരേബ് പർവ്വതത്തിൽ ദൈവവുമായിട്ട്, അവരൊക്കെ തിരക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് വളരെ ഇൻറ്റൻഷണലായിട്ട്, ഞാൻ വേർഡ് പറയാം, ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുകയാണ്. ഓക്കെ, തിരക്കുകൾക്കിടയിൽ ആ സമയം കണ്ടെത്തിയിട്ട് ദൈവവുമായിട്ട് സംസർഗത്തിനിരിക്കുന്ന ആ സമയത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം വിൽഡർനെസ് മൂമെൻറ്റ്. ഓക്കെ, നിർജ്ജന പ്രദേശത്ത്. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് നോക്കുക, നമ്മൾ ഓരോരുത്തരും നോക്കുക, അങ്ങനെ ഒരു ടൈം നമുക്ക് റെഗുലറായിട്ടുണ്ടോ ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന? ഞാൻ കമ്മ്യൂണൽ പ്രയറിനെ കുറിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഒറ്റയ്ക്കായി ദൈവവുമായിട്ട് അങ്ങനെ ഒരു സംസർഗത്തിൽ, അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ഹിതം അറിയാനും ചെയ്ത ഒരു സമയം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ സങ്കീർത്തനത്തിൽ 46:10 ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ഈ സോളിറ്റ്യൂഡ്, ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ, സങ്കീർത്തനം 46:10. സോ അവർ സൈലൻസിലോട്ടും സോളിറ്റ്യൂഡിലോട്ടൊക്കെ പോകുന്ന ആ ജൂയിഷ് പ്രാക്ടീസാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, ഇനിയും ഇത് യേശു കർത്താവിൻ്റെ കാലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, യേശു ജീവിച്ചിരുന്ന കാലത്ത് പല ജൂയിഷ് സെക്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫാരിസീസ് ഉണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, ശാസ്ത്രികളുണ്ടായിരുന്നു, അത് ഓക്കെ, സെലറ്റ്സ് ഉണ്ടായിരുന്നു, എരിവുകാരുണ്ടായിരുന്നു. അങ്ങനെ പല ഗ്രൂപ്പുകളുള്ളതിൽ വേറൊരു ഗ്രൂപ്പാണ്, ബൈബിളിൽ ഇവരെ ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല, അവരുടെ പേര് എസ്സീൻസ് എന്നായിരുന്നു. എസ്സീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എസ്സീൻസ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവർ യേശു ജനിക്കുന്നതിനും ഒരു 150 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അതായത് ബിഫോർ ക്രൈസ്റ്റ്, BC 150 മുതൽ AD 70 യെരുശലേം നശിപ്പിക്കപ്പെടുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എസ്സീൻസ് എന്ന് പറയുന്ന ഒരാൾക്കാർ. ഇവര് നമുക്കറിയാം, യേശു കർത്താവിന് യെരുശലേം ദേവാലയത്തിലെ അനീതി കണ്ടപ്പം യേശു കർത്താവിന് രോഷമുണ്ടായെന്ന് നമുക്കറിയാം. ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിനു മുമ്പ് തന്നെ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന അനീതികൾ കണ്ട് മനം മടുത്തവർക്ക്, അവരുടെ സൊസൈറ്റിയിൽ നടക്കുന്ന അനീതികൾ കണ്ടിട്ട് ദൈവത്തോട് ആളുകൾക്കൊരു എന്താ പറയുന്ന റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിവോഷൻ ഇല്ലെന്ന് തോന്നിയിട്ടും ഒക്കെ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ട് മരുഭൂമികൾ പോലത്തെ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇവർ തിരഞ്ഞെടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡെഡ് സീയുടെ
അരികിലായിരുന്നു. ചാവുകടലിൻ്റെ ആ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുകയും ഓക്കെ അവരങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ കൂടുതൽ സമയം തോറ പഠിക്കുവാനായിട്ട്, അത് എഴുതുവാൻ, ചുരുളുകൾ എഴുതുവാൻ. ഓക്കെ ഈ ഡെഡ് സീല് അടുത്ത് തന്നെ ഖുമ്രാൻ എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് ഇവർ കൂടുതലും പാർത്തിരുന്നത്. ഇത് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഖുമ്രാനിൽ നിന്നാണ് ഡെഡ് സീ സ്ക്രോൾസ് ഒക്കെ കണ്ടെത്തിയത്. സോ ഇവരുമായിട്ട് ഇവരുടെയൊക്കെ വർക്കാണ് അതെന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കുവാനായിട്ടും ഡിവോഷനായിട്ടും കമ്മ്യൂണൽ മീൽസ് അങ്ങനെ വളരെ അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ആത്മീക ജീവിതത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അതായത് അവർ മാറി താമസിച്ചിരുന്നു. ഇനിയും സ്കോളേഴ്സ് പറയുന്നത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷങ്ങൾ വായിക്കുമ്പം യോഹന്നാൻ സ്നാപകനില്ലേ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒട്ടകരോമം അണിഞ്ഞുകൊണ്ട് അല്ലേ കാട്ടുതേനും വെട്ടിക്കിളിയും കഴിച്ച് ഉപജീവനം കഴിച്ച്. സ്കോളേഴ്സ് പറയുന്നത് ഇതുപോലത്തെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് വരുന്നത്. ഇവർ വിശുദ്ധ ജീവിതത്തിനൊക്കെ വളരെ മുൻഗണന കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ എസ്സീൻസ് എന്ന് പറയുന്നത്. സോ അവരെന്തിനാ അത് ചെയ്തത്? ദൈവവുമായിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ഡിവോഷനും ഭക്തിക്കുമൊക്കെ ആളുകൾക്ക് അത് കുറഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ടൈം എടുത്തു വെച്ച ആൾക്കാരാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എസ്സീൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു പ്രാചീന യഹൂദന്മാരുടെ ഇടയിലും ഈ പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു, എസ്സീൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇനിയും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലും വളരെ പ്രധാനമായിട്ടും ഈ പ്രാക്ടീസ് കണ്ടു അല്ലേ. എന്താ ഇടയ്ക്കിടയ്ക്ക് നിർജ്ജന പ്രദേശത്ത് യേശു കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക ആളുകളുമായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് ജീവിച്ച വ്യക്തിയാണ് അല്ലേ. യേശു കർത്താവ് എന്താ പറയുന്ന കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കളിപ്പിക്കും, ചുങ്കക്കാരോട് സംസാരിക്കും, പാപികളെന്ന് മുദ്ര കുറ്റിയവരോട് സംസാരിക്കും. കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി ജീവിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം. ഏറ്റവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യേശു കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് വിൽഡർനെസ്സിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്, നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പം നോക്കാൻ പോവാണ് ജീസസ് എക്സാമ്പിൾ ഓഫ് വിൽഡർനെസ് പ്രെയറിൽ എന്തുകൊണ്ടായിരിക്കും ചില പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാമേ. എന്തിനാ യേശു കർത്താവ് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം യേശു കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തൻ്റെ പിതാവായ ദൈവത്തിലുള്ള ആ ഡിപ്പെൻഡൻസ്, ആ കമ്മ്യൂണിയന് വേണ്ടിയിട്ട് യേശു കർത്താവ് പോകുമായിരുന്നു അല്ലേ. നമുക്ക് കാണാമേ, ഒന്ന് ടു സീക്ക് സോളിറ്റ്യൂഡ് ആൻഡ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ആ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി, അതിന് എന്താ പറയുന്നത്, ആ ഒരു രണ്ട് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരു സന്തോഷമില്ലേ, ആ പിതാവും പുത്രനും ഒരുമിച്ചുള്ള ഇൻറ്റിമസി എൻജോയ് ചെയ്യുവാൻ. അതുപോലെ സോളിറ്റ്യൂഡ്, നിർജ്ജന പ്രദേശത്ത് എന്തിനാ പോകുന്നത്? മറ്റ് ആളുകളുടെ ശല്യമില്ലാതിരിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ അപ്പോസ്തലന്മാർ കൂടെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? എന്തെങ്കിലും ഒരു സംശയം ചിലപ്പോൾ അവർ ചോദിച്ചുകൊണ്ട് വരുമായിരിക്കും, ഇല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും. സോ ആ ഒരു ഇത് വരാതിരിക്കാനാണ് യേശു കർത്താവ് ഈ നിർജ്ജന ആളുകളില്ലാത്തൊരു പ്രദേശത്തോട്ട് മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ഈ നിർജ്ജന പ്രദേശം എന്ന് വെച്ചാൽ ആളുകൾ പെട്ടെന്ന് ഓടി വരത്തില്ലല്ലോ അല്ലേ. അപ്പം എന്താ പറയുക, ഇല്ലെങ്കിൽ യേശു കർത്താവ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് അവർക്ക് വരാൻ പറ്റുന്നൊരു സ്ഥലത്തിരിക്കുവാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുന്നത്. സോ ആ ഒരു ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ അതൊരിക്കലും ആളുകളോട് കമ്പാഷൻ ഇല്ലാത്തതുകൊണ്ടോ കൺസേൺ ഇല്ലാത്തതുകൊണ്ടോ അല്ല, പക്ഷെ അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. മൂന്നാമത് ടു മോഡൽ എ പാറ്റേൺ ഫോർ ഹിസ് ഡിസൈപ്പിൾസ്. തൻ്റെ അപ്പോസ്തലന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ തന്നെ, നമ്മൾ ആളുകളോടുമായിട്ട് ഇടപെട്ട് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ആ കമ്മ്യൂണിയൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനാണ് അല്ലേ. നമ്മുടെ കർത്താവായ യേശു അത് ചെയ്തെങ്കിൽ അത് നമുക്ക് എത്രയധികം ആവശ്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണൽ പ്രേയേഴ്സിന്
നമ്മൾ ആബ്സെൻ്റ് ആകാതെ വരാൻ നോക്കുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ വിട്ട് കളഞ്ഞു പോകുന്നത് ഈ ഒരു കാര്യമായിരിക്കും അല്ലേ. വേറൊരു പോയിന്റ്, ടു പ്രിപ്പയർ ഫോർ മിനിസ്ട്രി ഓർ ഡിസിഷൻസ്. ഏതൊരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഉദാഹരണത്തിന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഗത്സമന തോട്ടത്തിൽ വെച്ച് എന്തൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്, ഉടനെ കർത്താവ് പറയും വാ നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചു കൊണ്ടുപോയി അല്ലേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ. നമ്മൾ ആ സ്മോൾ മൊമെൻറ്റ്സ് ഓഫ് പ്രെയർ ഉണ്ടല്ലോ, ദൈവവുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒറ്റയ്ക്കുള്ള സമയം, അത് ചിലപ്പോൾ ചിന്തിക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ. പക്ഷെ അത് നമുക്ക് തരുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്, അത് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. നമ്മുടെ ആത്മാവ് ഒരുക്കുള്ള, നമുക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, പക്ഷെ നമ്മുടെ ജഡം ബലഹീനമാണെന്ന് പറഞ്ഞു കൊടുത്തല്ലേ. ടു എൻഗേജ് ഇൻ സ്പിരിച്വൽ വാർഫെയർ, നമ്മളൊരു ആത്മീക പോരാട്ടത്തിൽ ആണെന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചു തന്നല്ലേ. കർത്താവ് മരുഭൂമിയിലായിരുന്ന സമയത്ത് ടെംപ്റ്റേഷൻസിനെ ഫേസ് ചെയ്തതൊക്കെ നമുക്കറിയാം അല്ലേ. അതിലൊക്കെ ജയം പ്രാപിക്കുവാൻ ഈ വിൽഡർനെസ് മൂവ്മെൻ്റ് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ ടു ഫോളോ ജൂയിഷ് അസറ്റിക് പ്രാക്ടീസ്, ഇത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസുമാണെന്ന് മനസ്സിലാക്കാൻ. ആൻഡ് ടു പ്രേ കണ്ടിന്യൂസ്, പ്രാർത്ഥനയുടെ അനുഭവം വിട്ടുപോകാതിരിക്കാൻ കർത്താവ്, നമ്മൾ നേരത്തെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ച പോലെ, ഹി ഓഫൻ വിത്ഡ്രൂ. മലയാളത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് പറയട്ടെ, ഇടയ്ക്കിടയ്ക്ക് യേശു കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു നിർജ്ജന സ്ഥലത്തോട്ട് വാങ്ങിപ്പോവുക. നിർജ്ജന സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ, ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഒരു മരുഭൂമി പോലത്തെ സ്ഥലം എന്നുള്ളതിനേക്കാളും പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ ഇൻറ്റൻ്റ് ആണ്. എന്തുകൊണ്ട്? ആളുകളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത, ആളുകൾ മാത്രമല്ല ഒരു ഡിസ്ട്രാക്ഷൻസും വരാത്ത ഒരു സ്ഥലത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് നമ്മൾക്ക് യേശു കർത്താവ് മോഡൽ ചെയ്ത് തന്നതാണെങ്കിൽ, ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ, അഥവാ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നിന്നു പോയെങ്കിൽ, ഈ വചനം നമ്മളെ ഒന്നും കൂടെ എൻകറേജ് ചെയ്യട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, അതിലെല്ലാം ഉപരിയായി ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ, ആ ഒരു കർത്താവുമായിട്ടിരിക്കുന്ന ആ സമയമുണ്ടല്ലോ, അത് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇൻറ്റിമസിയിലോട്ട് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി യേശു കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നെ അപ്പോസ്റ്റൽസ് ആൻഡ് ഏർലി ഡിസൈപ്പിൾസ് അത് നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോസ്തലന്മാരും ആദ്യകാല ശിഷ്യന്മാരും എല്ലാം തന്നെ. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഒരു ദിവസം യേശുവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിനിസ്ട്രിയിൽ അവർ പ്രസംഗിച്ച കാര്യം, അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം, ഭൂതങ്ങളെ പുറത്താക്കിയ കാര്യം, ഇതെല്ലാം പറയുമ്പോഴും അത് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ശ്രദ്ധിച്ചൊരു കാര്യം, വരുന്നവരും പോകുന്നവരും, ഞാൻ വായിക്കുന്ന വാക്യം ഇതാണ്, മർക്കോസ് 6:30 മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വരുന്നവരും പോകുന്നവരും വളരെ അധികമായതുകൊണ്ട് ഇവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലാത്ത രീതിയിലായപ്പം യേശു കർത്താവ് ഇവരോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളൊരു കാര്യം നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പസമയം ആശ്വസിച്ചു കൊള്ളുവിൻ. ആ ഒരു എന്താ പറയുന്നത്, ഏകാന്ത സ്ഥലം, ആ ഒരു വിൽഡർനെസ്, മറ്റ് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവവുമായിട്ടുള്ളൊരു സംസർഗത്തിലോട്ട് വരേണ്ടത് എല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയുന്നത്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ, ചിന്തകൾ, നമ്മൾ ദൈവത്തോട് പറയുന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മൊമെൻറ്റ്സിലാണ് ഗത്സമനത്തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച പോലെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഇതുപോലത്തെ മൊമെൻറ്റ്സ് ആണ്. ബിൽഡർനെസ് മൊമെൻറ്റ്, നമ്മൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുകയും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ. ഇനിയും നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പൗലോസ് അപ്പോസ്തലനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോസ്തലനായ പൗലോസ് അറേബ്യയിൽ കുറച്ചു നാളുണ്ടായിരുന്നു, അറേബ്യൻ മരുഭൂമിയിൽ. ഏകദേശം അത് പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ ശിഷ്യന്മാരെ
സോൾ ഓഫ് തർസസ് അല്ലെ, തർസോസുകാരനായ ശൗല് ക്രിസ്തീയ സഭയ്ക്ക് പീഡനമൊക്കെ അഴിച്ചുവിട്ട് നടന്നപ്പം ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഒരു യേശുവായിട്ടുള്ളൊരു കണ്ടുമുട്ടലിൽ ഒരു ക്രിസ്തു ശിഷ്യനായി മാറി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഞാൻ ആ സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കുന്നില്ല, 1-ാം അധ്യായം 15 മുതൽ 17 വരെ നിങ്ങളത് വായിച്ചു നോക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, ഈ വെളിപ്പാട് ലഭിച്ചു, ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഉടനെ മിഷൻ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങുകയല്ല ചെയ്തത്. എന്താ ചെയ്തതെന്ന് അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം അറേബ്യയിലേക്ക് പോയി. അവിടെ ഏകദേശം 1 to 3 years, എക്സാക്റ്റ് അറിയത്തില്ല, എങ്കിലും ഒരു വർഷം മിനിമം ഉണ്ട്, 3 വർഷം വരെയുള്ള സമയം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത്രയും സമയം അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ടും ദൈവാലോചന സ്വീകരിക്കാനായിട്ടും മാറിയിരുന്നു അറേബ്യയിൽ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാരെന്ന്, ഡയറക്റ്റ് അപ്പോസ്തലന്മാർക്ക് യേശുവിൻ്റെ കൂടെ 3.5 വർഷം ഒരു ടൈം കിട്ടി. പൗലോസ് അപ്പോസ്തലൻ ഇതുപോലെ തന്നെ ഒരു ടൈം അറേബ്യയിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഏകാന്തതയ്ക്കും വേറെ ആരോടും പറഞ്ഞില്ല, ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം. ആ ഒരു വിൽഡർനെസ് അനുഭവം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ആ ഒരു വിൽഡർനെസ് അനുഭവം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഈ ആളുകളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് ആളുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, എന്നാൽ ആ വിൽഡർനെസ് മൂമെൻറ്റിൽ അല്ലെങ്കിൽ ആ നിർജ്ജന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നമ്മൾ ആളുകളുള്ള ലോകത്തിലോട്ട് വരുമ്പം, നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് വരുമ്പം കുറച്ചും കൂടെ നന്നായി ജീവിക്കാൻ, കുറച്ചും കൂടെ നന്നായി ആളുകളെ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുവാൻ, കുറച്ചും കൂടെ നന്നായി ആളുകളെ സെർവ് ചെയ്യുവാൻ എല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ മാറിയിരുന്നുള്ള പ്രാർത്ഥനയുടെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇത് നല്ല നമുക്ക് പരിചയമുള്ളതായിരിക്കാം, എന്നാൽ നിങ്ങൾ ചിലർക്ക് പരിചയമുണ്ടാവുകയും ചിലർക്ക് അത്ര പരിചയമില്ലാത്ത മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, മരുഭൂമിയിലെ അപ്പന്മാരും അമ്മമാരും. ഓക്കെ, മരുഭൂമിയിലെ അപ്പന്മാരും അമ്മമാരും. നമ്മൾ ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യേശു കർത്താവ് ജീവിച്ചിട്ട് ഒരു 200 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ. 3rd to 5th centuries ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇവർ കൂടുതലായിട്ടും ജീവിച്ചിരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈജിപ്റ്റ്, സീനായി, സിറിയ. ഈജിപ്തിൽ സീനായി മരുഭൂമി, ആ പ്രദേശങ്ങളിൽ സിറിയ, ഓക്കെ, ഇന്നത്തെ സിറിയയിൽ ഈ ഭാഗങ്ങളിലാണ് അവിടെയുള്ള മരുഭൂമികളിൽ താമസിച്ചിരുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെ എന്തുകൊണ്ടാണ് ഇവരിത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവരെ അറിയപ്പെടുന്നത് ഫോർ ദെയർ എക്സ്ട്രാ ഓർഡിനറി. സാധാരണ ആൾക്കാർക്ക് ദൈവത്തോട് ഡിവോഷനും ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ലെവലിലുള്ള ഡിവോഷൻ കാണിച്ച ക്രിസ്തു വിശ്വാസികളാണ് ഇവർ. ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി ഡിവോഷൻ, അതുപോലെ തന്നെ അസറ്റിക് ഡിസിപ്ലിൻ. അസറ്റിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇതുപോലെ താമസിച്ച് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻസൈറ്റ്സ്, ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള ആത്മീക ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ പിന്നീട് സഭ വളരുമ്പോൾ ഏറ്റവും മുതൽക്കൂട്ടായ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അതിൽ ചിലരെ മാത്രം പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൽ ചിലരെ നിങ്ങൾക്കറിയായിരിക്കും. ഒന്ന്, ആന്റണി ദ ഗ്രേറ്റ്. ആന്റണി ദ ഗ്രേറ്റ് ജീവിച്ചിരുന്നത് AD 251 മുതൽ 356 വരെ. AD 250. നിങ്ങൾ ആ വർഷങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്, AD 251 എന്ന് പറയുമ്പോഴത്തേക്ക് 3-ാം നൂറ്റാണ്ട് ആയിട്ടുള്ളൂ. ഓക്കെ, ആ സമയത്ത് ഇദ്ദേഹം ഈജിപ്തിലുള്ള വളരെ ധനിക ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഓക്കെ, ആന്റണി എന്ന് പറയുന്ന വ്യക്തി വളരെ ധനികരായിട്ടുള്ള അദ്ദേഹം
സുവിശേഷത്തിൻ്റെ കേട്ടപ്പോൾ അദ്ദേഹം സുവിശേഷം പറയുന്ന അപ്പോസ്തലന്മാർ, ഓക്കെ, ഈജിപ്തിൽ ആദ്യമായിട്ട് സുവിശേഷവുമായി എത്തിയത് മർക്കോസ് ആണെന്ന് നമുക്കറിയാം. മർക്കോസും പിന്നീടുണ്ടായ ശിഷ്യന്മാരും പ്രസംഗിക്കുന്നതിൽ നിന്നുള്ളൊരു വചനം അദ്ദേഹം കേട്ടു. അദ്ദേഹം വളരെ ധനികനായിരുന്നു. യേശുവിൻ്റെ ഒരു ധനികനായിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിനക്കുള്ള പൊസഷൻസ് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള ആ ഭാഗം ഇദ്ദേഹത്തിന് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. തൻ്റെ സ്വത്തെല്ലാം തന്നെ വിറ്റിട്ട് ദരിദ്രരായിട്ടുള്ളവർക്ക് അവിടെ കൊടുത്തിട്ട് അദ്ദേഹം ഈസ്റ്റേൺ ഭാഗം, ഡെസേർട്ടിൻ്റെ ഈസ്റ്റേൺ ഭാഗത്ത് പോയി പ്രാർത്ഥിക്കുവാനും അങ്ങനെ ഒരു ഇൻസൈറ്റിന് വേണ്ടി, ഓക്കെ, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ ലഭിക്കുക, അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു 20-ാമത്തെ വയസ്സിൽ പോയ വ്യക്തിയാണ് ആന്റണി ദ ഗ്രേറ്റ്. ഓക്കെ, അങ്ങനെ ആ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ച ഇദ്ദേഹമാണ് പിന്നീട് ആയിരക്കണക്കിന് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ മാതൃക കണ്ട് ഇതുപോലെ മരുഭൂമികളിൽ പ്രാർത്ഥിക്കാൻ വന്നു. മറ്റൊരു വ്യക്തിയാണ് പക്കാമിയോസ്. പക്കോമിയോസ് എന്ന് പറയുന്നത് 292 to 348 AD ജീവിച്ച ഇദ്ദേഹം ഒരു സോൾജർ ആയിരുന്നു, ഈജിപ്തിലത്തെ ഒരു പടയാളിയായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിൻ്റെ സുവിശേഷം കേട്ടു. ഇത് ഒരു മിറാക്കിൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുവിശേഷം അറിഞ്ഞ് യേശുവിലോട്ടൊക്കെ വരുന്നത്. അതിനുശേഷം ഇദ്ദേഹം മരുഭൂമിയിൽ ഈ ആന്റണി ദ ഗ്രേറ്റ് ഒക്കെ പോയതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തു, സിനോബിറ്റിക് കമ്മ്യൂണിറ്റി. ഈ സിനോബിറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുഭൂമിയിൽ അവർ പ്രാർത്ഥിക്കുന്നു, ഒപ്പം തന്നെ അവർ ജോലികൾ ചെയ്യുന്നു, ഓക്കെ, ആളുകളെ സെർവ് ചെയ്യുന്നു. സോ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്ന ഓക്കെ, ഞാനത് അങ്ങനെ പറയട്ടെ, ഡെവലപ്പ് ചെയ്ത് വന്ന മൊണാസ്റ്റിസിസമൊക്കെ പിന്നീടാണ് ഡെവലപ്പ് ചെയ്തത്. സോ ആദ്യ കാലത്ത് ഇവർ ചെയ്തതാണ്, 3rd century ആണെന്ന് ഓർക്കണം. പക്കോമിയോസ്, ഓക്കെ, ജോലി, പ്രാർത്ഥന, ആളുകളെ സെർവ് ചെയ്യുക. മറ്റൊരാളാണ് അബ്ബ മക്കാരിയോസ് ഓഫ് ഈജിപ്റ്റ്. ഓക്കെ, അബ്ബ മക്കാരിയോസ് ഓഫ് ഈജിപ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്, നിരന്തരമായിട്ട് ആളുകളെ പ്രാർത്ഥിക്കാനായിട്ട് ഈ മരുഭൂമിയിലിരുന്ന് അദ്ദേഹം പ്രേരിപ്പിക്കുമായിരുന്നു. ഒപ്പം ക്രിസ്തുവിൻ്റെ വാല്യൂ, ഏറ്റവും വലിയൊരു വാല്യൂ താഴ്മ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായ എണ്ണണം, മറ്റുള്ളവരെ അംഗീകരിക്കണം, സ്നേഹിക്കണം, ഇങ്ങനെയുള്ള വേർച്യൂസ് അദ്ദേഹം അവിടെ ഇരുന്ന് ഈ മരുഭൂമിയിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റൊരു വ്യക്തിയായിരുന്നു സിംക്ലറ്റിക്ക ഓഫ് അലക്സാൻഡ്രിയ. ഈ വളരെ വളരെ ധനിക കുടുംബത്തിൽ നിന്ന് വന്ന ഈ സ്ത്രീ, ആന്റണി ദ ഗ്രേറ്റിനെ പോലെ ഈ സ്ത്രീക്കും തോന്നി എൻ്റെ സ്വത്തെല്ലാം ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ മാതാപിതാക്കളുടെ മരണശേഷമുണ്ടല്ലോ സ്വത്ത് മുഴുവൻ, അത് വളരെ ചെറുപ്പത്തിലാണ്, മുഴുവൻ ദരിദ്രർക്ക് എഴുതി കൊടുത്തിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് മരുഭൂമിയിലേക്കിട്ട് പോയിട്ട് അങ്ങനെ ഒരു അസറ്റിക് ലൈഫ് ലീഡ് ചെയ്യുകയും യങ് ലേഡീസിനെ ട്രെയിൻ ചെയ്യുകയും ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുകയും ചെയ്ത സിംക്ലറ്റിക്ക ഓഫ് അലക്സാൻഡ്രിയ. വേറെ 2 പേരാണ് അമ്മ സാറ, മെലാനിയ ദ എൽഡർ. അമ്മ സാറായും ഇതുപോലെ തന്നെ തൻ്റെ ജീവിതകാലം മുഴുവൻ ഡെസേർട്ടിൽ ജീവിക്കാൻ തീരുമാനിക്കുകയും പ്രാർത്ഥനയുടെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കുകയും, ഓക്കെ, അവിടെ ആളുകൾ വരികയും അവരെ എൻകറേജ് ചെയ്യുകയും അങ്ങനെ. അതുപോലെ തന്നെ മെലനിയ ദ എൽഡർ. ഞാൻ ചിലരെ എന്തിനാ പറഞ്ഞതെന്നറിയാം, ഇവർ മാത്രമല്ല, ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. സോ ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആളുകൾ ഇവരുടെ പ്രാർത്ഥിക്കുന്ന രീതികൾ, കാരണം ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനകൾ ഈ മരുഭൂമിയിൽ ഉയരുകയാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. റോമൻ ലോകത്താണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒളിച്ചിരിക്കുന്ന സമയമാണ്. അവർക്ക് പുറത്തങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല, ഇന്നത്തെ പോലെ വലിയ കത്തീഡ്രൽ ഉണ്ടാക്കാനോ പള്ളികളോ അങ്ങനെയൊന്നുമില്ല. അവർ ഒളിച്ചും പാത്തും ഇരിക്കുന്ന റോമൻ വേൾഡിൽ ഒരു ക്രിസ്തീയ സഭ. ഇത് ഇപ്പുറത്തെ ഈജിപ്റ്റ് ഭാഗത്താണ്, ഈ ഡെസേർട്ടുകളിലാണ് ഇത് ഡെവലപ്പായി വരുന്നത്. അവിടെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇവരുടെ ഈ ചരിത്രം പുറം ലോകം അറിയാൻ ഒരു പ്രധാന കാരണമായൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെയും കൂടെ ഒന്ന് പറയട്ടെ, അത്തനാസിയസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ചർച്ച് ഫാദർ. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെക്കുറിച്ച് ഇന്ന് അറിയുന്നതെന്നറിയാവോ? ഇവരുടെ സ്പിരിച്വൽ ഇൻസൈറ്റ്സ്, അവരുടെ കണ്ടിന്യൂസ് പ്രെയർ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മെർസി ഓൺ us.
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ ദൈവപുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് മരുഭൂമിയിൽ പ്രാർത്ഥനകളുടെ ശബ്ദം നിരന്തരം ഉയർന്നുകൊണ്ടിരുന്നു. ഇവരുടെ ഈ ചരിത്രം ലോകം അറിയുന്നത്, ഇപ്പോഴും അറിയുന്നത്, അത്തനാസിയോസ് എന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ ചർച്ച് ഫാദർ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആന്റണി ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം ബയോഗ്രഫി എഴുതി. അത് റോമൻ വേൾഡിലോട്ടൊക്കെ അത് പോപ്പുലറായിട്ട് പോയി. എന്തുകൊണ്ട് അത്തനാസിയോസ് എഴുതിയ ഇതിന് ഇത്രയും വാല്യൂ കൊടുക്കണം എന്ന് ചോദിച്ചാൽ, അത്തനാസിയോസ് ആരാന്ന് നമ്മൾ അറിയണം. ഓക്കെ, അത്തനാസിയോസ് ആരാണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്തു വരുവാണ് അല്ലേ. യേശു കർത്താവ് മരിച്ചു, യേശു കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർ പിന്നീട് സഭകൾ സ്ഥാപിച്ചു. അതങ്ങനെ വരുമ്പോൾ പല വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്തനാസിയോസ് ആണ് വളരെ ബോൾഡായിട്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരുന്നു. അതായത് ഏരിയസ് എന്ന് പറഞ്ഞിട്ടൊരാൾ, അത് ഏരിയനിസം എന്ന് പറഞ്ഞൊരു ദുരുപദേശം അദ്ദേഹത്തിൽ കൂടെ വരാനിട. അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്നത്, അവർ പറഞ്ഞ നസ്രായന യേശു മനുഷ്യനാണ് പക്ഷെ ദൈവമല്ല എന്നുള്ളൊരു ദുരുപദേശം ക്രിസ്ത്യാനികളുടെ ഇടയിലോട്ട് കയറ്റിവിട്ടു. ഏരിയസ് എന്ന് പറഞ്ഞ ആള് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു പൂർണ്ണ ദൈവമാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യനാണ് അത്തനാസിയോസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയില്ലേ, യേശു കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ഓക്കെ, നിത്യ വിശ്വാസ പ്രമാണം എഴുതുമ്പോൾ അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അത്തനാസിയോസ്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ച് അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കയറ്റിയത് എല്ലാം അത്തനാസിയോസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കുക, ഇദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഇന്ന് ബൈബിൾ സ്റ്റഡിയിൽ രാവിലെ അത് പറയുകയായിരുന്നു. പുതിയ നിയമത്തിൽ നമുക്കിന്ന് പുതിയ നിയമ പുസ്തകങ്ങളുണ്ട് അല്ലേ, 27 പുസ്തകങ്ങൾ. അത് ഈ 4-ാം നൂറ്റാണ്ടാകുമ്പോഴും പല പുസ്തകങ്ങൾ ഇങ്ങനെ സർക്കുലേറ്റ്, പല ലെറ്റേഴ്സ് അപ്പോസ്തലന്മാരുടെ എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ലിസ്റ്റ് വേണമല്ലോ. അത്തനാസിയോസ് ആണ് 367 തൻ്റെ ഫെസ്റ്റൽ ലെറ്ററിൽ 27 പുസ്തകങ്ങളുടെ ലിസ്റ്റ്. ഇതാണ് പുതിയ നിയമ പുസ്തകങ്ങളുടെ ലിസ്റ്റ്. അത് ഒറ്റയ്ക്ക് എടുക്കുന്ന ഡിസിഷൻ അല്ല, അന്നത്തെ ബിഷപ്പ്മാരെല്ലാം കൂടെ ചേർന്നുള്ള അതിൽ പ്രധാനമായിട്ട് വന്ന വ്യക്തിയാണ് അത്തനാസിയോസ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇത് പിടിക്കുമ്പം ഈ അത്തനാസിയോസിനെ നിങ്ങൾ പലർക്കും അറിയായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 367 ഫെസ്റ്റൽ ലെറ്ററിൽ അദ്ദേഹത്തിൻ്റെ ലെറ്ററാണ് ആ 27 ബുക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത്. അതിനു മുമ്പ് പല ലിസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ചർച്ച് ഫാദേഴ്സും ഒക്കെ അത് ശരിയല്ല. അത്തനാസിയോസിൻ്റെ ലിസ്റ്റാണ് അവസാനം ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അത്തനാസിയോസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഡെസേർട്ട് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, ഡെസേർട്ടിലുള്ള അപ്പന്മാരുടെയും അമ്മമാരുടെയും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, ജനങ്ങളെ അവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, അതിനെക്കുറിച്ചൊക്കെ ബയോഗ്രഫി ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതൽ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ക്രിസ്തീയ സഭ ഡിവോഷൻസിന്, പ്രാർത്ഥനകൾക്ക്, പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6:6 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയല്ലേ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇത് യേശു കർത്താവ് പറയുന്ന ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ കാലത്ത് 2000 വർഷം മുമ്പ് യേശു കർത്താവ് ജീവിക്കുകയും യേശു കർത്താവ് പ്രസംഗിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളെന്ന് പറയുന്ന പോലെ, ഇന്ന് അപ്പനൊരു മുറി, അമ്മയ്ക്കൊരു മുറി, മക്കൾക്ക് എല്ലാവർക്കും ഓരോരോ മുറി അല്ലേ, അങ്ങനെയൊക്കെയാ. അന്ന് അങ്ങനെയൊന്നും അല്ല, ഒരു വീട്ടിൽ ഒരു മുറിയായിരിക്കും അത്. അപ്പോൾ ആ വീട്ടിലെ ഏറ്റവും സെക്ലൂഡഡ്, അല്ലെങ്കിൽ ഒരു ഒരു മറയുള്ളൊരു ഭാഗം എന്ന് പറയുന്നതാണ് ഈ അറ എന്ന് പറയുന്നത്. അറ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടായിരിക്കുക.
അതായത് ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആളുകളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് കയറാനാണ് കർത്താവ് പറയുന്നത്. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക ശിഷ്യന്മാരോട്. അത് കമ്മ്യൂണൽ പ്രയറിനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അറയിൽ കയറണം. അറയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻഷനാണ്. അറയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആരുടെയും ഡിസ്ട്രാക്ഷൻസ് വരാത്ത ഒരു സ്ഥലം വീട്ടിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അറയിൽ കടന്ന് വാതിലടച്ച് എന്ത് ചെയ്യണം? രഹസ്യത്തിലുള്ള, അതാരും അറിയണ്ട, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന അത് നീയും സ്വർഗീയ പിതാവുമായിട്ടുള്ള ഒരു സമയം എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു എന്താ പറയുക സീക്രഡ് ആയിട്ടുള്ള ടൈം നമ്മുടെ ജീവിതത്തിലുണ്ടോ? രഹസ്യത്തിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ? ഞാൻ പ്രാക്ടിക്കലി സജസ്റ്റ് ചെയ്യാണ്. ഇന്ന് നമുക്ക് എന്തോരം സൗകര്യങ്ങളുണ്ടല്ലേ. ഒരു അറ കണ്ടുപിടിക്കാനാണോ പാട്? എത്ര മുറികളുണ്ട് വീട്ടിൽ. ഒരു മുറി കണ്ടുപിടിക്കുക. സ്ഥിരമായിട്ട് ഒരിടത്ത് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ആ സ്ഥലത്ത് വരുമ്പം നമുക്കൊരു റിമൈൻഡർ കിട്ടും, പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് ആണെന്നുള്ളത്. ഒരു സമയം കണ്ടെത്തുക രഹസ്യത്തിൽ, ആരെയും കാണിക്കാനല്ല, പക്ഷേ നമ്മുടെ ഹൃദയം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ ഒന്ന് പകരുക. അത് തരുന്നൊരു ബലം ഉണ്ടല്ലോ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അത് കർത്താവ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ. ഇനിയും അതുപോലെ ഇവിടെ പറയുന്ന വാതിലടയ്ക്കുക. ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ. വാതിലടയ്ക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പം വാതിലില്ലാത്ത വീടുണ്ടാവില്ലേ. ഇതിൻ്റെ ലിറ്ററൽ മീനിങ്ങിനേക്കാളും ലിറ്ററലി ഡോർ അടയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അതായത് വേറെ ഒന്നും നമ്മളെ ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരിക്കാവുന്ന രീതിയിൽ കാര്യങ്ങളെ സെറ്റ് ചെയ്യുക. ഓക്കെ. ഷട്ടിങ് ദ ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം എക്സ്ക്ലൂഡിങ് ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അതായത് പല ശബ്ദങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ നല്ലതല്ലേ. ഒരു സമയം ഇതെന്താണെന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇത് ഇൻറ്റൻഷനലി നമ്മൾ തീരുമാനിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ഓക്കെ. ഇത് നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കുകയാണ്. എനിക്ക് രഹസ്യത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്. അതൊരു ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നേ. ഞാൻ അതിനായി ചർച്ച് ഫാദേഴ്സിൻ്റെയും ഡെസേർട്ട് ഫാദേഴ്സിൻ്റെയും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു തന്നത്. അവരൊക്കെ എത്ര അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആ വാസം അത് അവരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ പോയി വസിക്കാൻ തയ്യാറാകുന്ന ടൈപ്പ് പൂർവ്വപിതാക്കളുള്ളൊരു ഹിസ്റ്ററിയാണ് നമ്മുടെ ഉള്ളത്. അപ്പം നമുക്ക് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ കാലത്ത് അല്പസമയം ഇന്ന് ഡിസ്ട്രാക്ഷൻസ് ചിലപ്പോൾ ആളുകളുടെ പ്രശ്നമായിരിക്കത്തില്ല, വീടിൻ്റെ അകത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ ഷട്ടിങ് ദി ഡോർ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പ്രധാനം. അതായിരിക്കും ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് യുവർ ഫോൺ ആയിരിക്കും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് പല നോട്ടിഫിക്കേഷൻസ് വരും, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അപ്പം കഥ അടയ്ക്കാൻ മറക്കരുത്. കഥ അടയ്ക്കാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതൊരു എന്താ പറയുന്നത് ഡിസിപ്ലിനാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം. അതൊരു 5 മിനിറ്റിൽ തുടങ്ങുക. പക്ഷേ ആ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിയൻ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സമയം കൂടാൻ തുടങ്ങും, അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടാൻ തുടങ്ങും. സമയത്തെക്കാളും കുറേ നേരം ഇരിക്കുന്നതിനേക്കാളും നമ്മൾക്ക് ആ ഒരു സമയം കിട്ടുന്ന ആ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട്. അത് കഴിയുമ്പം നമ്മൾ ലോകത്തോട്ട് ഇറങ്ങുമ്പം ആളുകളുമായിട്ട് ഇറങ്ങുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോളിറ്റ്യൂഡ് വിൽഡർനെസ് എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു പരിപാടിയല്ല. ആളുകളിൽ നിന്ന് നമ്മൾ കുറച്ചു നേരം മാറിയിരിക്കുന്നത് എന്തിന്? പിന്നീട് ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ചും കൂടെ സ്നേഹത്തിൽ ഇടപെടാൻ സാധിക്കുക, കുറച്ചും കൂടെ ദൈവസ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക, കുറച്ചും കൂടെ ക്ഷമയോടെ കാര്യങ്ങളെ കാണാൻ പറ്റുക, കുറച്ചും കൂടെ സമാധാനം ഉണ്ടാക്കുന്നവരാകുക, കുറച്ചും കൂടെ ദൈവവചനത്തെ അനുസരിക്കുന്നവരായിട്ട് ജീവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഷട്ട് ദ ഡോർ, വാതിലടയ്ക്കാൻ പഠിക്കുക. എന്തിനു വേണ്ടിയിട്ട്? രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയിൽ. ഇതെന്താ പറയുന്ന, ഇതൊരു ലീഗലിസ്റ്റിക് ആയിട്ട് എല്ലാ ദിവസവും ഇത്ര സമയം അങ്ങനെയൊന്നും യേശു കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ യേശു കർത്താവ് അസ്യൂം ചെയ്യാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
അതുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്രിസ്തു ശിഷ്യന്. രഹസ്യത്തിലുള്ള പിതാവിനോടുള്ള പ്രാർത്ഥന, അവർ വിൽഡർനെസ് മൊമെന്റ് ഇൻ പ്രേയർ. അതെന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മളുടെ ഈ നിർജ്ജന പ്രദേശത്തോട്ട് വാങ്ങിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ വാതിലടച്ച് അറയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാ പറ്റുന്നറിയാമോ? റീകണക്ട്സ് അസ് ടു ഗോഡ്. ദൈവവുമായിട്ട് നമുക്ക് കണക്ഷൻ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ ആ ഒരു കണക്ഷന് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ജീവൻ വെക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഇൻറ്റിമസി കൂടാൻ തുടങ്ങും. റീകണക്ട്സ് അസ് വിത്ത് ഗോഡ്. കുറച്ചും കൂടെ ചില സമയത്ത് നമുക്ക് തോന്നലോ, ആരാധനയ്ക്ക് വന്നു നിൽക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ചിലപ്പോൾ എന്താണെന്നറിയാമോ, ഒരു റീസൺ, പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ആഴ്ച മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പ്രൈവറ്റ് പ്രെയറിൽ ഒരു ദൈവവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ സൺഡേ ഇവിടെ വന്ന് ആരാധിക്കുക ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നും തോന്നാത്തതിൻ്റെ പ്രശ്നം ഇതാ, കണക്ഷൻ പോയി കിടക്കുക. വൈഫൈ കണക്ഷനൊക്കെ സ്ട്രോങ് ആക്കി വെക്കുക. റീകണക്ട്സ് അസ് ടു ഗോഡ്. അടുത്തത്, പ്രിപ്പയർസ് അസ് ഫോർ ചലഞ്ചസ് ആൻഡ് മിനിസ്ട്രി. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളുടെ ഓരോ ദിവസത്തെയും ജീവിതവും ഓരോ ചലഞ്ചാണ്. എന്തോരം ഡിസിഷൻസ് എടുക്കേണ്ടതാണെന്നറിയാമോ? അപ്പോൾ ഒക്കെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് പ്രെയർ ഉണ്ടല്ലോ, നമുക്ക് തരുന്ന ദൈവിക വിസ്ഡമുണ്ട്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ശക്തിയുണ്ട്, പ്രശ്നങ്ങളെ നേരിടാൻ തരുന്ന ഒരു ജ്ഞാനമുണ്ട്, വാക്കുകൾ നമ്മുടെ വായിൽ കിട്ടുന്നത്, ഇതൊക്കെ കിട്ടുന്നത് വിൽഡർനെസ് മൊമെന്റിൽ നിന്നാണ്. അടുത്തത്, ഡീപ്പൻസ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ഇനി ദൈവം നമ്മളെ വളരെ സ്നേഹിച്ചു. പക്ഷേ കർത്താവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന എന്താ വെച്ചാൽ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ആ സ്നേഹം, കർത്താവുമായിട്ടുള്ള സ്നേഹം വളരുവാൻ ഈ മൊമെൻറ്റ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളിത് ചെയ്തവരായിരിക്കാം, അത് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും പണ്ട് ചെയ്തിരുന്നു ഇപ്പം നിന്ന് പോയി എന്ന് തോന്നുന്നവരാണെങ്കിൽ പ്ലീസ് റീസ്റ്റാർട്ട് ഇറ്റ്. കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസി കുറഞ്ഞു പോകുമ്പം ക്രിസ്തീയ ജീവിതത്തിൽ പിന്നെ സന്തോഷം ഉണ്ടാവത്തില്ല. അതൊരു മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് തോന്നാതെ വരും. ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പിൽ പോലും മീനിങ് നമുക്ക് തോന്നാതെ വരും. ഇനി ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. 5 മിനിറ്റ് വാതിലടച്ച് കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവെ, വേറെ ഞാൻ പറഞ്ഞ ആ സമയത്ത് വലിയ തിയോളജിക്കൽ അർത്ഥങ്ങളും മീനിങ്സും ഒന്നും അന്വേഷിച്ചു പോകണ്ട. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. കേട്ട വചനങ്ങളെ ഒന്ന് ധ്യാനിക്കുക, വായിച്ച വചനത്തെ ഒന്ന് വായിക്കുക. സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.